ഞാൻ വീഡിയോ എടുത്ത് പോകുന്നതിൻ്റെ ഇടയിൽ അറിയാതെ ക്യാമറ ഈ സ്വാമിജിയുടെ നേർക്ക് തിരിഞ്ഞു. കറക്റ്റ് തിരിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം അത് കാണും ചെയ്തു, എന്നെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്തു. ചെന്ന സമയത്ത് തന്നെ ഞാൻ പേടിച്ചിട്ടാണ് പോയത്. കാരണം ഇവർ പലരും പല സ്വഭാവത്തിലായിരിക്കും. വിളിച്ച സമയത്ത് പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല, നേരെ അടുത്തേക്ക് വന്നു. ഈ നാഗസാധുക്കൾ അവരുടെ ജീവിതത്തിലുള്ള പലതരം ജീവിത സാഹചര്യങ്ങളോട് പൊരുതി ജീവിക്കുന്ന ആളുകളാണ്. കയ്യിലൊരു ശൂലമുണ്ട്. ദേഹമാസകലം രുദ്രാക്ഷമാലകളാണ്. ധരിച്ചിരിക്കുന്നത് പുലിത്തോല് പോലെയൊരു വസ്ത്രമാണ്. രുദ്രാക്ഷമാലയുടെ കിരീടത്തിൽ ഏറ്റവും മുകളിലായി സർപ്പത്തിൻ്റെ രൂപവുമുണ്ട്. നാഗസാധുക്കൾ ഓരോരുത്തരും അവരുടെ രൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും മറ്റുള്ളവരിൽ നിന്നും വളരെയധികം വ്യത്യസ്തരാണ്. പലരും പല രീതിയിലാണ് ജീവിക്കുന്നത്. ഈ ഒരു സ്വാമിജിയുടെ ദേഹമാസകലം രുദ്രാക്ഷമാലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു രുദ്രാക്ഷത്തിൻ്റെ കിരീടം ചൂടിയിട്ടുണ്ട്. ദേഹമാസകലം രുദ്രാക്ഷത്തിൻ്റെ മാലകളാണ്. നാഗസാധുക്കളുടെ അനുഗ്രഹം വാങ്ങി അവരുടെ കയ്യിൽ നിന്നും ഭസ്മം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ അവരുടെ വീട്ടിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ വരുമെന്നും സമ്പൽ സമൃദ്ധി കൈവരിക്കുമെന്നാണ് അവിടുത്തെ ആളുകളുടെ വിശ്വാസം. ഒറ്റനോട്ടത്തിൽ സാക്ഷാൽ പരമശിവന്റെ അതേ മാതൃകയാണ് ഇദ്ദേഹത്തിൻ്റേത്. കയ്യിലൊരു ശൂലമുണ്ട്. ദേഹമാസകലം രുദ്രാക്ഷമാലകളാണ്. ധരിച്ചിരിക്കുന്നത് പുലിത്തോല് പോലെയൊരു വസ്ത്രമാണ്. രുദ്രാക്ഷമാലയുടെ കിരീടത്തിൽ ഏറ്റവും മുകളിലായി സർപ്പത്തിൻ്റെ രൂപവുമുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് പ്രയാഗ്രാജിലെ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് സെക്ടർ 16-ലാണ്. ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നാഗസാധുക്കളുള്ളത്. ഈ നാഗസാധുക്കൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന സന്യാസിമാരാണ്. ഭക്തരെല്ലാവരും ഇവരുടെ ടെൻറ്റിലേക്കാണ് കയറിയിരിക്കുന്നത്. നമ്മൾ ചെല്ലുന്ന സമയത്ത് അവരെല്ലാവരും വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ നാഗസാധുക്കൾ അവരുടെ ജീവിതത്തിലുള്ള പലതരം ജീവിത സാഹചര്യങ്ങളോട് പൊരുതി ജീവിക്കുന്ന ആളുകളാണ്. കാലാവസ്ഥ, അവരുടെ ജീവിത ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, ഭക്ഷണം, ജീവിത രീതി എല്ലാറ്റിനോടും പൊരുതി ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് വലിയ അറിവുകളാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ നോർത്ത് ഇന്ത്യൻസിനൊക്കെ അവരോട് വലിയ ബഹുമാനം തോന്നുന്നത്. चलिए बाहर तो ये സമയം ഒരു 11 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും എല്ലാ ആശ്രമങ്ങളിലും അവരുടേതായിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വിശക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ഇരുന്നാൽ മാത്രം മതി, അവിടെ ഭക്ഷണം വിളമ്പിത്തരും എത്ര വേണമെങ്കിലും. ഇതാണ് നമ്മൾ ഈ കഴുത്തിലൊക്കെ ആളുകൾ ധരിക്കുന്ന രുദ്രാക്ഷത്തിൻ്റെ കായ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഏത് മുഖമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ലൈവായിട്ട് ആ ഒരു രുദ്രാക്ഷത്തിൻ്റെ കായ ഒരു ബ്രഷ് പോലുള്ളൊരിതുണ്ട്, അതിൽ നന്നായിട്ട് വരുത്തിയതിന് ശേഷം
ആ ഒരു കറക്റ്റ് രുദ്രാക്ഷത്തിൻ്റെ രൂപത്തിലേക്ക് അത് മാറ്റിയെടുത്തിട്ട് നമുക്ക് തരും. നമുക്ക് ഏത് രുദ്രാക്ഷമാണോ വേണ്ടത് അത് വളരെ വില കുറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. मतलब उसकी आंकड़े के ना उसके वो तो नौ मुखी लिखाई है उसके अब लगाना अब उसके दाने के ना दाना नहीं कितना का ये ഗൈസ് ഇവിടെ ഒരുപാട് അഖാഡകളാണ്. അഖാഡകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ തരം സ്വാമിജിമാരുടെ സന്യാസിമാരുടെയൊക്കെ വകയായിട്ട് ഇവർ ഓരോ ടെൻറ്റ് പോലെ വലിയ ടെൻറ്റുകളാക്കിയിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഇപ്പം എൻ്റെ ബാക്കിൽ കാണുന്നതൊക്കെ വലിയൊരു അഖാഡയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോയിട്ട് കിടന്നുറങ്ങാൻ പറ്റും രാത്രി. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം, ഫുള്ള് ഭക്ഷണം ഫ്രീ ആണ്. ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മൊബൈൽ ചാർജ് ചെയ്യാനാണ് ഇവിടെ പറ്റാത്തത്. മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ കാണുന്ന പ്ലേറ്റുകളൊക്കെ കണ്ട് നിങ്ങൾ ഇത്ര ആളുകൾ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭക്ഷണം കഴിച്ചിട്ട് നേരെ അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ അത് കഴുകി വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ഇവർ ഈ ഭക്ഷണം കൊടുക്കുന്നത്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ജാതി മതമൊന്നും ഇല്ല കേട്ടോ. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് പ്ലേറ്റ് എടുത്ത് ചെല്ലാം. എത്ര ഭക്ഷണമാണെങ്കിലും അവർ നമുക്ക് നൽകൂട്ടാ. നമുക്ക് മടുക്കുന്നവരെ ഭക്ഷണം കിട്ടും. ഇവിടെ എന്തൊരു ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ടപ്പോഴേ മധുരമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചെറുപയറും ഗോതമ്പും കൂടി പിന്നെ ഉലുവുണ്ട് തോന്നുന്നുണ്ട്, മുതിരുണ്ട് തോന്നുന്നുണ്ട്. മധുരമൊന്നുമില്ല, ഉപ്പിട്ടിട്ട് വേവിച്ചാണ് സാധനം. ഞാൻ മധുരം വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. സാധാരണ ചെറുപയറും ഗോതമ്പും പിന്നെ ജീരകം തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചാണ്. भगवान की प्रभुपाद की और हरि प्रेमानंद। हरे कृष्णा अंतरराष्ट्रीय कृष्ण भावना संघ का ये पद यात्रा संकीर्तन करते हुए भगवान कृष्ण का राम का कीर्तन करते हुए चल रहा है। आप लोग आइए दर्शन कीजिए। कृष्ण हरे कृष्ण कृष्ण। അവിടുന്ന് കുറച്ച് ദൂരം നടന്നപ്പോഴാണ് ഒരു പ്രാചീന കാലത്തെ അനുസ്മരിപ്പിക്കുന്ന പോലെയുള്ളൊരു ആശ്രമം കണ്ടത്. എന്ത് ഭംഗിയാണ് ഈ ഒരു ആശ്രമം കാണാൻ. മൊത്തമായിട്ട് നല്ല പുല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ചുമരുകളെല്ലാം പുല്ലാണ്. അതിൻ്റെ പുറത്ത് മുള പോലുള്ള വടി കൊണ്ട് നന്നായിട്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് ആശ്രമങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ.
നമ്മൾ ഇവിടുന്ന് പോകുന്നത് 19ാമത്തെ സെക്ടറിൻ്റെ ആദ്യ ഭാഗത്തേക്കാണ്. പോകുന്ന വഴിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വാമിജി എന്നെ അടുത്തേക്ക് വിളിച്ചു. നമ്മളൊന്നാമത് അവരുടെ അനുവാദം ഇല്ലാതെയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വിളിച്ച സമയത്ത് ഞാനൊന്ന് പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ അടുത്തേക്ക് ചെന്നു. യൂട്യൂബ് ഭാഷ नहीं आती है बाबा होगे बेटू का बेनिफिट करेगा ये हिंदी है हिंदी थोड़ा थोड़ा मालूम है यो बोल रहे तो से कि जो बाबा का फोटो है फोटो जानते हो फोटो हाँ फोटो है तो इसकी क्या बेनिफिट करेगा बेनिफिट नहीं जस्ट फ्रेंड्स होम फैमिली देखने के लिए फैमिली का यूट्यूब नहीं पर साल ले जा बिक्री करे हाँ यो यूट्यूब पे बेच के किसी को बेच दे घर में दिखाने फैमिली के लिए ले जा रहे अब तो मेरे को मालूम है तू प्रसाद के लिए टेरा मैंने സത്യകഥ എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രധാനമായിട്ടും നമ്മളെ വിളിക്കുന്നത് ഇവർക്ക് ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് യൂട്യൂബിന് വേണ്ടിയിട്ടോ അല്ലാണെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു ചാനലിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് നമ്മൾ അവരുടെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ തന്നെ അവർ നല്ലൊരു ദക്ഷിണ തന്നെ അവർ ചോദിക്കൂട്ടാ. അപ്പോൾ പിന്നെ ചോദിക്കുന്ന സമയത്ത് നമ്മളില്ല എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് അറിയാത്ത പോലെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം ഒരാൾക്ക് മാത്രം കൊടുത്താൽ പോരാ, നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 1-2 ആളുകൾക്ക് മാത്രം കൊടുത്താൽ പോരാ. അവിടെ ഒരുപാട് പേര് ഇതുപോലെയുള്ള സ്വാമിജിമാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഒരു ന്യൂട്രലായിട്ടാണ് ഞാൻ നിന്നിരുന്നത്. കൂടുതലായിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായാലും മനസ്സിലാവാത്ത പോലെ ജസ്റ്റ് നിന്നിട്ട് ഞാൻ നൈസായിട്ട് നേരെ അപ്പുറത്തേക്ക് പോവാണ് ചെയ്തിരുന്നത്. ഇവിടെ ആ ഒരു ഐഡിയ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു സ്വാമി നമുക്ക് ഇപ്പോൾ കുറച്ച് പ്രസാദമൊക്കെ തന്നിട്ട് നമ്മളോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. കുംഭമേളയുടെ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനിയുണ്ട് ഒരുപാട് കാണാനും ഒരുപാട് നടക്കാനും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും. ഇപ്പോൾ 19ാമത്തെ സെക്ടറിൻ്റെ ആദ്യ ഭാഗത്താണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അഘോരിമാരാണ്. എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ നമുക്ക് ഒതുക്കി കാണിച്ചു തരാനായിട്ട് സാധിക്കില്ല. ഇനി അങ്ങോട്ടാണ് നല്ല നല്ല കാഴ്ചകളുള്ളത്. അത് അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഒരുപാട് കാഴ്ചകളും നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. കുംഭമേള സ്പെഷ്യൽ കാഴ്ചകൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം.